ഇന്നലെ മത്സരത്തിന്റെ 96-ാം മിനിറ്റിൽ റഫറി പ്രതീക് മൊണ്ടാൽ ഫൈനൽ വിസിൽ മുഴക്കി മത്സരം അവസാനിപ്പിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷ ബാക്കി വെച്ചിട്ടാണ് ഈ സീസൺ കടന്നു പോകുന്നത്. സീസന്റെ ആദ്യ പകുതി കണ്ട നമ്മൾ ആരും തന്നെ ഇങ്ങനെ ഒരു കംബാക്ക് നമ്മുടെ ടീമിന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഗോവയ്ക്കെതിരെ 2-1 വിജയം തേടി സീസൺ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ സീസന്റെ തുടക്കത്തിൽ നമ്മൾ ഗാമ്പിൾ ചെയ്യാതെ കൃത്യമായിട്ട് ഈ സീസണെ സമീപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ടൈറ്റിൽ റേസിൽ നമ്മൾ ഉണ്ടായേനെ. ഗോവയുടെ മാച്ചിലേക്ക് വരുമ്പോൾ പ്രധാനമായും 5 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒന്ന്, ഇത് വെസ്റ്റ്വുഡിന്റെ ബ്ലാസ്റ്റേഴ്സ് ആണ്. അവരിപ്പോൾ വേറെ ടീമാണ്. സീസണിന്റെ തുടക്കത്തിൽ സ്ട്രഗിൾ ചെയ്ത ടീമിന്റെ മൈൻഡ് സെറ്റ് കംപ്ലീറ്റ്ലി മാറ്റാൻ വെസ്റ്റ്വുഡിനും സംഘത്തിനും കഴിഞ്ഞിട്ടുണ്ട്. ഗോവ പൊസഷൻ ഫുട്ബോൾ കളിച്ചിട്ട് നമ്മൾ പാനിക് ആയില്ല. സ്ട്രക്ചർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് മൊമെന്റത്തിന് വേണ്ടി കാത്തിരുന്നു. അത് കിട്ടിയപ്പോൾ കൃത്യമായിട്ട് പണിഷ് ചെയ്തു. രണ്ടാമത്തേത്, നമ്മുടെ പ്ലേയേഴ്സ് ബിഗ് മൊമെന്റ്സ് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അവരുടെ പ്രകടനം ലെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. ടൈറ്റ് മാച്ചിൽ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് കെവിൻ നമുക്ക് ലീഡ് തന്നുവെങ്കിൽ പിന്നീട് പ്രഷർ ടൈമിൽ ഫാറു നമുക്ക് വിന്നർ നേടി തന്നു. വലിയ മാച്ച് ജയിക്കണമെങ്കിൽ ഇതുപോലെ മൊമെന്റം സൃഷ്ടിക്കുന്ന പ്ലെയേഴ്സ് വേണം. അതിപ്പോൾ നമുക്കുണ്ട്. മൂന്നാമത്തേത്, ഗോവയ്ക്ക് അവരുടെ സ്ട്രെങ്ത് തന്നെ വീക്ക്നെസ് ആയതാണ്. മാച്ച് പ്രിവ്യൂവിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പൊസഷൻ ഗോവയ്ക്കായിരുന്നു. അവർ ബിൽഡപ്പ് ചെയ്തു. പക്ഷേ ഫിനിഷിങ്ങിലെ അവരുടെ പോരായ്മ അവർക്ക് ഈ മാച്ചിലും വിനയായി. നാലാമത്തേത്, നമ്മുടെ ടീം ഇപ്പോൾ അതിന്റെ ക്യാരക്ടർ കാണിക്കുന്ന തരത്തിലേക്ക് വളർന്നു എന്നുള്ളതാണ്. ഈക്വലൈസർ വന്നാലും നമ്മൾ തിരിച്ചടിച്ച് ജയിക്കുമെന്നത് വെസ്റ്റ്വുഡിന്റെ ടീമിന്റെ ക്യാരക്ടറാണ്. ഫൈനലി അഞ്ചാമത്തേത്, നമ്മുടെ അടുത്ത സീസൺ അങ്ങനെയൊന്നും നടന്നാൽ അതിനുള്ള ഫൗണ്ടേഷൻ കൃത്യമായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലീഗ് ടേബിൾ നോക്കുമ്പോൾ നമ്മൾ 8-ാം സ്ഥാനത്താണ്. അത് വലിയൊരു അച്ചീവ്മെന്റ് അല്ല എന്ന് തോന്നും. ഈ നമ്പേഴ്സ് ഫോർ ലൈ എന്നൊക്കെ ആൾക്കാർ പറയില്ല. പക്ഷെ നമ്മുടെ കേസിൽ അത് ശരിയാവില്ല. കാരണം പോയിന്റ് ടേബിൾ നോക്കി നമ്മളെ വിലയിരുത്താൻ പറ്റില്ല. ISLലെ കറന്റ്ലി ഇൻഫോം ടീം നമ്മുടേതാണ്. അടുത്ത സീസണിലേക്ക് നോക്കുമ്പോൾ വെസ്റ്റ്വുഡിന്റെ ഫുട്ബോളും എക്സിസ്റ്റിംഗ് കോറും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് സ്മാർട്ട് ആയിട്ടുള്ള ചില അഡിഷൻസ് ഒക്കെ കൂടി നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ആരാധകർ ആഗ്രഹിക്കുന്ന പോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമിനെ അടുത്ത തവണ നമുക്ക് ഇറക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഓവറോൾ സീസണെ കുറിച്ചും പുതിയ സീസണിലേക്കുള്ള പ്രതീക്ഷകളെ കുറിച്ചും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തേക്കുക.